അപ്പോൾ ഗൈസ് ഇന്ന് വരുന്നത് ഞാനൊരു പപ്പായ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊന്ന് മുറിച്ചിട്ടിട്ട് കഴിക്കാൻ പോവുകയാണ്. അപ്പം ഞാനിത് തോലെല്ലാം ചെത്തി എടുക്കട്ടെ. അപ്പം അത് നിങ്ങളെയും കൂടി കാണിച്ചു തരാം. അടിപൊളിയാണ്, ഉള്ളു ചുവന്ന പപ്പായയാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാനിത് തോല് ചെത്തിയെടുക്കട്ടെ. കണ്ടല്ലോ, ഇതാണ് കളർ. തോല് ചെത്തിയിട്ട് ഞാൻ കഴുകി എടുത്തിട്ട് വരാം. എന്നിട്ട് കാണാം അല്ലേ. നല്ല മധുരമായിരിക്കും, നല്ല ടേസ്റ്റാണ്. പിന്നെ പപ്പായ കഴിക്കുന്നത് നല്ലതാണല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് പപ്പായ കഴിച്ച് കളയാം. കുറേശ്ശെ എടുത്തിട്ട് കഴിക്കാലോ. അധികം പഴുത്തരിഞ്ഞ പോലത്തെ അല്ല, കഴിക്കാനുള്ള പാകത്തിനുള്ളതാണ്. ഏതോ സ്വർഗമാ വികാരം താളം കേൾക്കും ഗാനം മോഹമാ മോഹം നൽകും തേൻ കനിവാകുമ്പോൾ കാലം എന്നും കാവൽ നിൽക്കുമോ. കിനാവിൻ ഏതൻ തോട്ടം ഏതോ സ്വർഗമായി വികാരം താളം കേൾക്കും ഗാനം മോഹമായി. അപ്പോൾ ഞാനിതാ ഏകദേശം തോല് ചെത്തി കഴിയാറായിട്ടുണ്ട് ഗൈസ്. കൈക്കടങ്ങുന്നില്ല, ഇടക്കിടക്ക് കൈയിൻ്റെ മുകളിൽ നിന്ന് ഇത് തെന്നി വീഴാൻ പോകുന്നുണ്ട്. എന്നാലും ഞാൻ വിടില്ല. അങ്ങനെ ഞാനിതാ ഇത് മുഴുവൻ ചെത്തിയെടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞതല്ലേ ഗൈസ്. അപ്പം ഇതാ ഞാനിത് മൊത്തത്തിൽ ചെത്തിയിട്ടുണ്ട്. ഇനി ഇത് കഴുകിയെടുത്തിട്ട് വരട്ടെ. അപ്പോൾ ഗൈസ് ഇതാ 2 കുരുവാണ് ഇതിലാകെയുള്ളത്. കണ്ട, വേറെ ഒരൊറ്റ കുരുവില്ല. ഞാനിത് മുറിച്ച് കഴുകിയിട്ട് കൊണ്ടുവന്നിട്ട് ഇതെല്ലാം മുറിച്ച് 2 കുരുവാണ് ആകെയുള്ളത്. ഫസ്റ്റ്. അപ്പം ഞാനിത് മുറിച്ചിടട്ടെ. ഒരു പകുതി മാത്രം ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. പകുതി അവിടെ തന്നെ വെക്കുന്നതാണ്, മുഴുവനും ഇപ്പോൾ എടുക്കുന്നില്ല. പകുതി അവിടെ വെക്കട്ടെ. അപ്പം ഇത്രയാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. പകുതി മുറിച്ചു. അപ്പോൾ പകുതി ഇതാ ഇങ്ങനെയാണുള്ളത്. അടിപൊളിയായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമുക്ക് ഇതാ ഇങ്ങനെ ഞാനിത് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കഴിക്കാം അല്ലേ, അതാ നല്ലത്. ഇതാ ഞാനൊരു പീസ് എടുത്ത് കഴിക്കുന്നുണ്ട്.
നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണം മേടിക്കുക, ഇതിൽ നിന്ന് എടുത്തോളൂ. സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം എൻ്റെ ഇന്നത്തെ പപ്പായ കഴിക്കുന്ന കർമൂസ് കഴിക്കുന്നതാണ് ഗൈസ് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ ഞാൻ ഇട്ടത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നമുക്ക് വേറെ ഒരു വീഡിയോ ആയിട്ട് ഇനി കാണാം. അപ്പോൾ എന്നാൽ ഓക്കെ, ബൈ.